ഗൈസ്, നമ്മളിന്ന് പോകുന്നത് ഫ്രൈഡേ മാർക്കറ്റ് കാണാൻ വേണ്ടിയിട്ടാണ്. ബ്ലോക്ക് 3 തന്നെ ഉള്ളതാണ് കേട്ടോ. എല്ലാ ഫ്രൈഡേയിലും ഏകദേശം ഒരു രാവിലെ 7-8 മണിക്ക് ശേഷം തൊട്ട് നമുക്ക് ഈ ഷോപ്പുകളിലൂടെ അങ്ങനെ കാണാൻ കഴിയുന്നതാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് 307 സ്ട്രീറ്റ്, നമ്മുടെ ഒരു 207 ബിൽഡിംഗ് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള മുസ്ലിം പള്ളിയുടെ സൈഡിലായിട്ടാണ് കാണപ്പെടുന്നത്. ഇപ്പം നല്ല പൂജയിലല്ലോ, ഇപ്പം പള്ളിയിലെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് കഴിഞ്ഞ സമയമായതുകൊണ്ടാണ് ഇത്ര തിരക്ക്. ഇപ്പം നല്ല ചൂടുണ്ട്. ഈ സമയത്തും ഇവരെത്ര ഷോപ്പുകൾ ഇങ്ങനെ ഇട്ടിട്ട്, ഇത് ലീഗലാണോ എന്ന് നമുക്കറിയില്ല. എന്നാലും എല്ലാ ആഴ്ചയിലും നമ്മളിവിടെ കാണുന്നതാണ്. ഫ്രൈഡേ മാർക്കറ്റ് എന്നാണ് ഇതിന് അറിയപ്പെടുന്നത്. അപ്പം ഇവിടെ പുതിയ സാധനങ്ങൾ തൊട്ട് പഴയ സാധനങ്ങൾ, യൂസ്ഡ് സാധനങ്ങൾ വരെ ഇവിടെ അവൈലബിൾ ആണ്. അപ്പം ഇവിടെ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് കാണാം. തുണികൾ, ഷോക്സ്, ഇലക്ട്രോണിക് ഐറ്റംസ്, അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട്. ഓക്കെ, അപ്പം പിന്നെ എന്താണുള്ളത്? പിന്നെ ഷൂ ഒക്കെ പുള്ളി 2 KD ആ റേഞ്ചാണ് പറഞ്ഞത്. അപ്പം പുതിയതാണോ എന്ന് എനിക്ക് കണ്ടിട്ട് തോന്നുന്നില്ല. പിന്നെ ഇവിടുത്തെ മെയിൻ ഫ്രഷ് മീനുകൾ ഇവിടെ അവൈലബിൾ ആണ്. ഫ്രഷ് വെജിറ്റബിൾസും ഇവിടെ അവൈലബിൾ ആണ്. ഫാമിൽ നിന്ന് ഡയറക്റ്റ് വാങ്ങിച്ചുകൊണ്ട് വരുന്നതാണ് അവർ പറയുന്നത്. റേറ്റും കമ്പാരിറ്റീവ്ലി ചീപ്പാണ്. നമ്മുടെ ഷോപ്പുകളിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നല്ല ചീപ്പ് സാധനങ്ങൾ, ഫ്രഷ് സാധനങ്ങൾ ഇവിടെ നമുക്ക് കിട്ടും. ഫ്രൈഡേ ഫ്രീ ആകുമ്പോൾ ഒന്ന് വന്ന് നോക്കുവാണെങ്കിൽ നമുക്ക് നല്ല ചീപ്പായിട്ട് നല്ല സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും. പിന്നെ അവർക്കും ഒരു സപ്പോർട്ടാവും. കാരണം ഇത്രയും വെയിലത്ത് ഓപ്പൺ സ്പേസിൽ നിന്ന് സാധനം സെയിൽ ചെയ്യുമല്ലേ. ഇത് കാണുന്നവർക്ക് ഇതൊരു ലീഗലാണോ എന്ന് അറിയാമെങ്കിൽ, ലീഗലാണോ ഇല്ലീഗലാണോ എന്ന് എനിക്കറിയില്ല, നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് പറയണേ. പിന്നെ അതല്ല, ഞാൻ വന്നപ്പം ഈ ഏരിയ ഫുള്ള് നിറച്ച് സാധനങ്ങളായിരുന്നു. ഇപ്പം ഏകദേശം ഒരു 1-1.5 മണിക്കൂർ ആയപ്പോഴത്തേക്ക് കണ്ടോ, ഏകദേശം എല്ലാം കാലിയായിരിക്കുകയാണ്. അത്രയ്ക്കും സെയിലുണ്ട്. പിന്നെ യൂസ്ഡ് പാത്രങ്ങൾ, ഇതൊക്കെ യൂസ്ഡ് തുണികളാണ് കേട്ടോ. അതൊക്കെ നല്ല വില കുറച്ച് എടുക്കാം. പക്ഷെ ഇതൊക്കെ ആരെടുക്കുമെന്നാണ് എനിക്കറിയാത്തത്. പിന്നെ യൂസ്ഡ് ഇലക്ട്രോണിക്സ് ഐറ്റംസ്, പുതിയ ഐറ്റംസ്, അങ്ങനെ എല്ലാ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. അപ്പം ഫ്രൈഡേ ഇങ്ങനെ വെറുതെ പണിയൊന്നും ഇല്ലാണ്ട് കുത്തിരിക്കുന്നവരെ ഇടയ്ക്കൊന്ന് ഇറങ്ങി നടക്കുകയാണെങ്കിൽ ചുമ്മാ ഒന്ന് കയറി കണ്ടിട്ട് പോകാം. ഓക്കെ, അപ്പം ഇതുപോലെ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ, സീ യു.